ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് ഓഫ് ഓൾ ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. രാവിലെ തന്നെ ഒരു മടി പിടിച്ച് ഒരു മൂഡില്ലാതെ തന്നെയാണ് എഴുന്നേറ്റ് വരുന്നത്. എഴുന്നേറ്റ് ഉടനെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. സ്ഥിരം പരിപാടിയാണ് കേട്ടോ അത്. ആൻഡ് പിന്നെ കുറച്ച് നേരം ലൈക്ക് മുടിയൊക്കെ കെട്ടിവെച്ച് സമാധാനപരമായിട്ടൊന്ന് എണീക്കും. ബ്രഷ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഞാൻ സത്യം പറയാമല്ലോ, ഞാനൊരു ജയിലിലാണ് താമസിക്കുന്നത്. കാരണം എനിക്ക് വിൻഡോസ് ഇല്ല. വിൻഡോസിന് പകരം ഈ ഒരു ഡോറാണുള്ളത്. സോ രാവിലെ തന്നെ വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ ഈ ഡോറിൻ്റെ ഇവിടെ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ആ കമ്പിമേലൊക്കെ ഒന്ന് തൂങ്ങി സ്ട്രെച്ചൊക്കെ ചെയ്ത് എത്ര പേര് എഴുന്നേറ്റിട്ടുണ്ട്, അപ്പുറത്തെ വീട്ടിൽ ആൾ എഴുന്നേറ്റോ, ഇങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് നോക്കി അതൊക്കെ നോക്കി വായി നോക്കി നിൽക്കലാണ് എൻ്റെ പരിപാടി. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ എൻ്റെ കോളേജസിലുള്ള വീഡിയോസിലൊക്കെ കാണും, എനിക്ക് ഞാൻ വിരിച്ചിരിക്കുന്ന പുതപ്പ്, അതായത് ബ്ലാങ്കറ്റ്, അത് മടക്കി വെച്ചില്ല. എന്തോ ഒരു അസ്വസ്ഥതയാണ് എൻ്റെ കട്ടിൽ കാണുമ്പോൾ. എനിക്ക് അന്നത്തെ ഡേ ഒരു വല്ലാത്ത ഡേ ഫീലിംഗ് ആണ്. അപ്പം ബെഡ് ക്ലീൻ ആക്കിയിട്ട് വേണം, അതെനിക്ക് നിർബന്ധമാണ് എപ്പോഴുള്ള. അത്രയ്ക്ക് തിരക്കുള്ളപ്പോഴൊക്കെയാണ് ഞാനിങ്ങനെ അലവില കച്ചറയൊക്കെ ആക്കി ഇട്ടിട്ട് പോകാറുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ ബെഡൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് പോകാം. പിന്നെ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷ് ചെയ്യുക, ഫേസ് വാഷ് ചെയ്യുക, ഇതൊക്കെ തന്നെ. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങി വരും ഇത് തന്നെ. ആൻഡ് ആ കയറിയിട്ട് ആ വാഷ്റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു വരും. ഇത് സ്ഥിരം മോർണിംഗ് റൂട്ടീനാണ്. പിന്നെ ചെന്ന് ആരുടെയിലുമൊക്കെ വഴക്ക്, അതായത് മമ്മി ഉണ്ടെങ്കിൽ മമ്മി വഴക്ക് പറയും. സോ മമ്മിയുടെ വഴക്കൊക്കെ കേട്ടിട്ട് അത് ഓഫ് ചെയ്തിട്ട് വരും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ജനലെല്ലാം ഓപ്പൺ ചെയ്ത് കർട്ടനെല്ലാം മാറ്റും. ഇതൊരു സ്ഥിരം പരിപാടിയാണ് കേട്ടോ. ഇത് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ നേരത്ത് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യുന്നതൊന്നുമല്ല, ഇങ്ങനെ തന്നെയാണ് സ്ഥിരം. എനിക്ക് എപ്പോഴും വിൻഡോസൊക്കെ ഇങ്ങനെ ഓപ്പണായി വൃത്തിക്ക് കിടക്കണം, ആ സ്മെല്ലൊക്കെ ഒന്ന് പോകണം, അങ്ങനെയാണ്. പക്ഷേ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പുട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്ന, പുട്ടും പഴവും. ഇത് ഞാൻ ആലപ്പി പോയിട്ട് വന്നിട്ടുള്ള പിറ്റേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഞാൻ ആ വ്ളോഗിനകത്ത് പറയുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടും പിന്നെ കട്ടൻ ചായക്ക് വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് ഞാൻ രാവിലെ റെഡി ആയിട്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സ് വാഷ് ചെയ്യാനുണ്ടായിരുന്നു. സൺഡേയിൽ ഞാൻ ഇട്ടിട്ട് പോയ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വൈറ്റ് ഡ്രസ്സാണല്ലോ ഇടുന്നത്, അപ്പോൾ അത് നല്ല വൃത്തിക്ക് കഴുകി ഒക്കെ ഇടണമായിരുന്നു. അപ്പം അതൊക്കെ കഴുകി വൃത്തിയാക്കി ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചു. ഏകദേശം ഒരുമാതിരിപ്പെട്ട ജോലികളൊക്കെ ചെയ്ത് തീർത്ത് വന്നപ്പോഴത്തേനും എനിക്ക് നല്ല രീതിയിൽ ദാഹിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിൽ പൈനാപ്പിളിൻ്റെ ടാങ് നമ്മുടെ വീട്ടിലിരുമ്പുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലേവറാണ്. അങ്ങനെ അത് ഒന്ന് കുടിച്ചു, ഒരാശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാനതൊന്ന് കുടിച്ചു, ഒരു ഗ്ലാസ്. പിന്നെ ഞാൻ വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും മുറ്റം തൂക്കുന്ന സമയത്ത് ഈ പോച്ചയൊക്കെ കിളിച്ച് നിൽക്കുന്ന എല്ലാം പറിച്ച് കളഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പോച്ച എന്നാണ് പറയുന്നത്, ചിലയിടത്തൊക്കെ പുല്ലെന്നൊക്കെ പറയും, എനിക്കറിയത്തില്ല. ഞങ്ങളിവിടെ പോച്ച എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടായിരിക്കും എപ്പോഴും ഞാൻ തൂത്ത് വൃത്തിയാക്കാറുള്ളത്. എപ്പോഴും ഉള്ളൊരു ശീലമാണ്, അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ സൈഡ് മിറ്റാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോൾ നമ്മുടെ ഈ സൈഡിലായിട്ട് കുറേ ചെടികളിങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അത് എനിക്കൊന്ന് ഇൻഡോർ പ്ലാന്റ്സ് ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. ഇതൊക്കെ മമ്മിയുടെ ഒരു പരിപാടിയാണ്. അപ്പം മമ്മി പോയതിന് ശേഷം ഇതൊന്നും പരിപാലിക്കാൻ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ആ ചെടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് ക്ലീനാക്കി അവിടുത്തെ ഇലയും കാര്യങ്ങളൊക്കെ ഒന്ന് തൂത്ത് ആ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഞങ്ങളുടെ വീട്ടിലുള്ള കുറച്ച് ചെടികൾ കാണിക്കാം. ഈ ഒരു പ്ലാന്റ് ഇത് മമ്മി എവിടെ നിന്നോ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ആക്ച്വലി ഈ ഒരു പ്ലാന്റ് ഞങ്ങളെ ശരിക്കും ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു പ്ലാന്റാണ്. ഇതൊരു ഇൻഡോർ പ്ലാന്റാണ്. എനിക്ക് ഏതാ വെറൈറ്റി നടത്തില്ല, ഇതിൻ്റെയൊക്കെ പേര് പണ്ടറിയായിരുന്നു, ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് നട്ട സമയത്ത് ഒരു ആൻറ്റി ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഇതൊന്നും ഇവിടെ നടല്ലേ, ഈ ഒരു പ്ലാന്റ് ആടോ പശുവോ ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ചത്തുപോകും, ഇതെന്തോ വിഷമൊക്കെ ഉള്ള പ്ലാന്റാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഇല്ല ഞങ്ങളിത് വാങ്ങിച്ച പ്ലാന്റാണ്, ഞങ്ങൾക്ക് ആ സമയത്ത് വീട്ടിൽ ആടൊക്കെ ഉള്ള ടൈമായിരുന്നു. പക്ഷേ അതല്ല സംഭവം, അത് കാട്ടിൽ നിൽക്കുന്ന വേറെ ഏതോ സംഭവം. അതിൻ്റെ ഏതോ ഹൈബ്രിഡ് വെറൈറ്റി എന്തോ സംഭവമാണ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ ആടൊക്കെ ഇത് വന്ന് തിന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ചത്തൊന്നും പോയിട്ടൊന്നുമില്ല, എനിക്ക് കുഴപ്പമായിട്ടൊന്നും തോന്നിയില്ല. ഞങ്ങളുടെ ആടൊന്നും ചത്തൊന്നും പോയിട്ടില്ലായിരുന്നു. ഇത് ഇപ്പോഴും സ്റ്റിൽ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വൃത്തിയായിട്ട് ഇപ്പോൾ ഒന്ന് സൂക്ഷിച്ച് കൊണ്ടുവരുന്നു. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ആടില്ല, അത് വേറൊരു കാര്യം. ആൻഡ് ഇതും അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു റെഡ് കളറിലെ ഷെയ്ഡൊക്കെ ആയിരുന്നു. ഇതിൻ്റെയൊക്കെ ഇലയൊക്കെ കണ്ടോ, അതിൻ്റെ അടിയിലുള്ള ഇലയെല്ലാം ഡ്രൈ ആയിട്ട് ഇങ്ങനെ കൊഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. മമ്മിയുള്ള സമയത്ത് ഇങ്ങനത്തെ പരിപാടിയൊന്നും വരത്തില്ല. എനിക്ക് വന്നിട്ടാണെങ്കിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. ഇപ്പോഴാണ് ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ആ പ്ലാന്റ്സിൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഇലയും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് പറിച്ച് വൃത്തിയാക്കി കൊടുത്തു. ഈ ഒരു പോട്ടെന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ അടിയിൽ വേറൊരു പോട്ടുണ്ട്. അതിനകത്ത് വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും. നമ്മൾ ഒഴിക്കുന്ന എക്സ്ട്രാ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടന്നിട്ട്
അതിനകത്ത് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നടിയിൽ നിന്ന് ഇങ്ങനെ റൂട്ടിൽ നിന്ന് കയറി വരും. ഇത് കുറച്ച് വർഷമായിട്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ്. ഞങ്ങൾ വാങ്ങിയ സമയത്ത് നല്ല വൈറ്റ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പോട്ട് ഞങ്ങൾ ഷെയ്ഡിൽ വെക്കാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചതാണ്. അതാകുമ്പം മണ്ണൊന്നും പറ്റത്തില്ല, ഇങ്ങനെ വൈറ്റായിട്ട് തന്നെ ഇരുന്നോളും എന്നുള്ളൊരു രീതി വാങ്ങിച്ചാണ്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. ആരും കെയർ ചെയ്യാനില്ല. ഇത്രയിലെ മാത്രം വെറൈറ്റി ചെടികളാണ് സൈഡിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ മമ്മി ഒരു ചെടി ഭ്രാന്തിയാണെന്ന് വേണം പറയാം. പുള്ളിക്കാരി വീട്ടിൽ നിന്നൊന്നും പറിച്ചുകൊണ്ടൊന്നും വരത്തില്ല, ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊന്നും ചോദിച്ചുകൊണ്ട് അധികം വരത്തില്ല. ഒട്ടുമിക്ക പ്ലാന്റ്സും ഈ നഴ്സറിയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്ന പ്ലാന്റ്സാണ് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇത് ഞാൻ ഈയിടയ്ക്കൊന്ന് നട്ടുപിടിപ്പിച്ച പ്ലാന്റാണ് കേട്ടോ. ഓൾറെഡി ഞങ്ങളുടെ ഇവിടെ ഇതുണ്ട്. അതാ കാണുന്നത് അതിൻ്റെ വിത്താണ്. അതിനകത്തുനിന്ന് ഇങ്ങനെ അത് താനെ ആ വിത്ത് ആ പൂ ഇങ്ങനെ കൊഴിഞ്ഞിട്ട് താനെ അത് നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് മൊത്തവും ഇതിൻ്റെ തൈ ഇങ്ങനെ ആകും. അങ്ങനത്തെ ഒരു പ്ലാന്റാണ്. ഞങ്ങളുടെ ഇവിടെ കാക്കച്ചെടിയോ അങ്ങനെ എന്തോ സംതിങ് ആണ് പറയുന്നത്. ഈ പ്ലാന്റ്സിനെ പറ്റിയൊക്കെ ഗവേഷണം നടത്തി പ്ലാന്റ്സൊക്കെ വളർത്തുന്ന ആളുകൾ ചിലപ്പം കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഈ വീഡിയോസ് കണ്ടിട്ട് ഈ കൊച്ചിന് എന്ത് പൊട്ടത്തരം വിളിച്ചറിയുന്നത് എന്നൊക്കെ കരുതും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. പ്ലാന്റ്സ് ഞാൻ നോക്കും, കെയർ ചെയ്യും. എനിക്ക് പ്ലാന്റ്സ് ഒക്കെ വളർത്താൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അത് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ പേരൊന്നും സത്യം പറഞ്ഞാൽ BSc നഴ്സിംഗാണ് പഠിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ അതിനകത്തുള്ള പേര് തന്നെ എനിക്ക് പഠിക്കാൻ സമ്മതമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്ലാന്റ്സിൻ്റെ പേരും കൂടെ എൻ്റെ തലയിൽ ഇരിക്കത്തില്ല. ഫ്രണ്ട് സൈഡിൽ നമ്മൾ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. എനിക്ക് കാണുന്ന സംഭവം അത് എൻ്റെ ആർട്ടാണ്. കാണുമ്പോഴേ അറിയാമല്ലോ. ഞാൻ ഇവിടുന്ന് ഒരു തടിക്കഷ്ണമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മേളിൽ ഇത് നല്ല രീതിയിൽ ഇങ്ങനെ താഴോട്ട് കിടക്കും കേട്ടോ. ഇപ്പോൾ അത് ആരും കെയർ ചെയ്യാനില്ലാത്തതുകൊണ്ട് അങ്ങനെ പോയി കിടക്കുന്നതാണ്. പക്ഷെ നല്ല വൃത്തിക്കിരിക്കും. ആ കാണുന്ന ചെടിച്ചട്ടിയൊക്കെ ഞാൻ തന്നെയാണ് പൊട്ടിച്ചത്. ഞാൻ സ്കൂട്ടർ എടുത്ത സമയത്ത് അതെങ്ങനെയോ പൊട്ടിയതാണ്. അത് പിന്നെ മമ്മിയുടെ നിന്ന് തല്ലിയിട്ടിട്ട് ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഞാൻ അന്നൊരു വള്ളി കെട്ടി വെച്ചിട്ട് പോയാണ്. ഇതുവരെ ഞാനൊരു പുതിയ പോട്ടിലോട്ട് മാറ്റിയിട്ടില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ കുഞ്ഞു ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ആ കാണുന്ന സംഭവം ഞാനും മമ്മിയും കൂടെ ഒരു തടി ഇങ്ങനെ സ്റ്റാൻഡായിട്ട് വെച്ചിട്ടുള്ളൊരു ചെടിയാണ് കേട്ടോ. നല്ല രസമാണ്, കാണാൻ നല്ല രസമാണ് കേട്ടോ. പക്ഷേ പണിയെടുക്കുമ്പോൾ നല്ല പാടാണ്. നടന്നു വരുന്നൊരു ചെറിയ വഴിയുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് വഴിയാണ്. ഒറിജിനൽ ഫസ്റ്റ് വഴി, അതായത് വണ്ടിയൊക്കെ കൊണ്ടുവന്ന വഴി താണ്ട് അപ്പുറത്തോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇത് ചെറിയൊരു നടപ്പാത പോലെ നമ്മൾ സെറ്റാക്കിയതാണ്. നമുക്ക് നടന്നു വരാം. ഇതുവഴി വണ്ടി കൊണ്ടുവരാനൊന്നും പറ്റില്ല. കൊണ്ടുവരും, എന്നെപ്പോലുള്ള ചില അഹങ്കാരികൾ മാത്രം അതുവഴി കൊണ്ടുവരും. ഉച്ചയായപ്പം പിന്നെ വിശന്നപ്പായിരുന്ന പുട്ട് തന്നെ എടുത്ത് കഴിച്ചു കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് ചോറൊന്നും കഴിക്കാനുള്ളൊരു മൂഡ് വന്നില്ല. പിന്നെ പുട്ടിൽ തന്നെ വെച്ച് അഡ്ജസ്റ്റ് ആക്കി. പിന്നെ ഉച്ചയ്ക്ക് പുട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങാൻ കിടന്നു. ഉറങ്ങി എണ്ണീറ്റപ്പത്തേനും ഒരു 4 മണിയൊക്കെ ആയി, 4:30 ആ ഒരു ടൈമൊക്കെ ആയി. ഇത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്ഥലം നല്ല രസമാണ് കേട്ടോ. ഈ 4 മണി 4:30 ആകുമ്പോൾ ഒരു കട്ടൻ ചായയൊക്കെ എടുത്തിട്ട് ഇവിടെ വന്ന് ഞാനിങ്ങനെ നിന്നിട്ട് കണ്ടിങ്ങനെ സൂര്യനൊക്കെ താഴുന്ന ഒരു സമയം, സൺസെറ്റ് പോലത്തെ സംഭവമൊക്കെ നമുക്ക് കാണാം. മഴയൊക്കെ വരുന്ന സമയത്ത് മഴക്കാറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വന്ന് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പം കാണുന്ന ഈ ഒരു ക്ലീനായി കിടക്കുന്ന സ്ഥലത്ത് നേരത്തെ റബ്ബറൊക്കെ ആയിരുന്നു. റബ്ബർ കൃഷി ചെയ്യുമായിരുന്നു. അപ്പോൾ ആ റബ്ബറൊക്കെ ഇപ്പോൾ അവരെന്തോ വെട്ടി ഒന്ന് വൃത്തിയാക്കി. അപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പുളിയുണ്ട്. മറ്റേ മീൻകറിക്ക് ഇടുന്ന പുളിയല്ല, ലൈക്ക് വാളൻ പുളി ഉണ്ടല്ലോ, വാളൻ പുളിയോ അങ്ങനത്തെ എന്തോ സംഭവമാണിത്. നിറയെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് ചെയ്യാൻ ഈ ഒരിടയ്ക്ക് ലീവിന് വന്ന സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒരു അനക്കവും ഇല്ല. അണ്ണാനെങ്ങാണ്ട് കൊണ്ടുപോകുമോ അങ്ങനത്തെ എന്തോ പരിപാടിയാണ്. പിന്നെ ചെടികൾക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു. മൊത്തം വാടി നിൽക്കുമായിരുന്നു കേട്ടോ. ചെടിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് കയറിയപ്പം ആകെപ്പാടെ കിച്ചണൊക്കെ ഒരുമാതിരി വല്ലാത്ത രീതിയിൽ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം, ജസ്റ്റ് ഒന്ന് തൂത്ത് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കൻ കറിയൊക്കെ വെക്കാനുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ കറിയൊക്കെ വെച്ചു. അത്താഴത്തിന് ചോറും ചിക്കൻ കറിയും പാവയ്ക്ക മെഴുക്കുവരട്ടിയായിരുന്നു ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പോയി കിടന്നു. നേരത്തെ കിടക്കും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.